തന്റെ കൂട്ടുകാരിയായിട്ടുള്ള അല്ലിയോട് തന്റെ ബോയ് ഫ്രണ്ടിനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് ദിയ ആവശ്യപ്പെടുന്നുണ്ട്. ദിയയും കുനാലും തമ്മിൽ 10 വർഷമായിട്ട് റിലേഷനിലായിരുന്നു. കുനാൽ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ദിയയുടെ അടുത്ത് കുനാൽ കാണിച്ചിട്ടില്ല. ദിയക്ക് എന്താണോ ഇഷ്ടം അതുപോലെയാണ് കുനാൽ ഇപ്പൊ നടക്കുന്നത്. അവളുടെ സന്തോഷത്തിന് വേണ്ടി കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്നാണ് അവൻ കരുതുന്നത്. ദിയക്ക് ഫംഗ്ഷൻസിനൊക്കെ പോകാനായിട്ട് വലിയ മടിയായിരുന്നു. കാരണം അവിടെയുള്ള ആൾക്കാരെല്ലാവരും എപ്പോഴാണ് കല്യാണം എന്ന് ചോദിച്ചാൽ അവരെ ടോർച്ചർ ചെയ്യുക. ഇവരിപ്പോ ലിവിംഗ് ടുഗദറിലാണ് ഉള്ളത്. ദിയയോട് ആൾക്കാർ അത് ചോദിക്കുമ്പോൾ പോലും കുനാലാണ് വന്ന് അവളെ രക്ഷിക്കാറുള്ളത്. കോളേജ് ടൈമിലാണ് കുനാലും ദിയയും തമ്മിൽ സ്നേഹത്തിലാവുന്നത്. പക്ഷെ അവൾക്ക് ഹയർ സ്റ്റഡീസിന് ഫോറിനിലേക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അവള് പോകുകയാണെന്ന് അറിഞ്ഞ കുനാലിന് വിഷമാവുന്നുണ്ടെങ്കിലും അവളുടെ കരിയർ ഓർത്ത് രണ്ടുപേരും അത് സഹിക്കാണ്. പിന്നീട് അവരുടെ റിലേഷൻ വീഡിയോ കോളിലൂടെയാണ് കണ്ടിന്യൂ ചെയ്തിരുന്നത്. ഒരു ദിവസം സർപ്രൈസ് ആയി ദിയ പഠിപ്പെല്ലാം കഴിഞ്ഞ് കുനാലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങാണ്. എല്ലാ പ്രയാസങ്ങളിലും ഒന്നിച്ച് വളരെ സന്തോഷത്തോടുകൂടിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഫ്രണ്ട്സിന്റെ പാർട്ടിയുടെ ഇടയിൽ അവരെ വേറെ ഫ്രണ്ട്സ് ആയിട്ടുള്ള 2 കപ്പിൾസ് അവര് പിരിഞ്ഞു എന്ന് ഇവർ അറിയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് അതിലാണ് ആ ഒരു പെണ്ണിനെ ചീറ്റ് ചെയ്തു അത്രേ. അങ്ങനെയാണ് ഇത്രയും വർഷത്തെ ആ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയത്. ഇത് കേട്ട കുനാല് ആദ്യക്ക് റിലേഷൻ വെക്കാൻ മാത്രമേ അറിയുള്ളൂ, അവനക്ക് അത് എങ്ങനെ ഒളിപ്പിക്കണം എന്ന് അറിയില്ല, ഞാനാണെങ്കിൽ പിടി കൊടുക്കില്ല എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അവൻ കള്ളിന്റെ ബോധത്തിലാണ് അങ്ങനെയെല്ലാം പറഞ്ഞത്. പക്ഷെ ഇത് കേട്ട ദിയക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. അപ്പൊ തന്നെയും അവൻ ചതിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ദിയ ഇപ്പൊ കരുതുന്നത്. പിറ്റേ ദിവസം ഇന്നലെ കുടിച്ചെന്റെ ഹാങ് ഓവറിൽ വന്ന കുനാലിനോട് വലിയ ദേഷ്യത്തിലായിരുന്നു ദിയ. അപ്പൊ നീ അവൻ ചെയ്തത് തെറ്റല്ല, അത് മറച്ചു പിടിക്കാൻ പറ്റാത്തതാണ് തെറ്റെന്നാണോ പറയുന്നതെന്ന് കുനാലിനോട് ചോദിച്ച് ദേഷ്യപ്പെടാണ്. കുനാൽ ഇപ്പോ ജിമ്മിന് പോകുമ്പോഴും മസാജിന് പോകുമ്പോഴെല്ലാം ദിയക്ക് സംശയമായി തുടങ്ങുന്നുണ്ട്. അവൾ എങ്ങനെയാണ് ആണുങ്ങളുടെ കള്ളത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസമായിട്ട് ദിയയിൽ വന്ന മാറ്റം ശ്രദ്ധിച്ച കുനാല് കുറച്ചൊന്ന് റിലാക്സ് ആവാനായിട്ട് ട്രിപ്പ് പോകാമെന്ന് അവളോട് പറയുന്നുണ്ട്. അവര് ഹാപ്പി ആയിട്ട് അങ്ങനെ ട്രിപ്പ് പോകാണ്. ദിയക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവൾ എന്ത് ചെയ്യാണെങ്കിലും അത് അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യും, ആൾക്കാരെ അറിയിക്കും. അത് അവളുടെ ഒരു വലിയ ഹോബിയാണ്. അങ്ങനെ അവര് ആ ഒരു ഫോറിൻ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് ദിയയുടെ കണ്ണു പൊത്തുന്നുണ്ട്. പക്ഷെ അയാളെ ദിയക്ക് അറിയില്ലായിരുന്നു. എന്നാൽ അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ അന്ന് ആ റൂമിൽ ഒന്നിച്ചായിരുന്നില്ലേ, അങ്ങനത്തെ ടോക്കൊക്കെ. എന്നാൽ ദിയ കുനാലിനോട് സത്യമായിട്ട് പറയുന്നുണ്ട് അവനെ തനിക്ക് അറിയില്ലാന്ന്. കുനാൽ അവനെ അടിക്കാനായി കൈ ഒങ്ങുന്ന സമയത്താണ് അവിടെ നിന്ന് അല്ലി വരുന്നത്. അല്ലി ദിയയുടെ കോളേജ് ഫ്രണ്ട് ആണ്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷമാണ് അവര് തമ്മിൽ കാണുന്നത് വരെ. അവൾ അയച്ചതായിരുന്നു ആ ഒരു പയ്യനെ. പിന്നീട് അവര് 3 പേരും കൂടി ഒന്നിച്ച് ട്രിപ്പ് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അതിനിടയിൽ ദിയ അവളുടെ ഒരു സംശയം അല്ലിയോട് പറയുന്നുണ്ട്. കുനാൽ ശരിക്കും ലോയൽ ആണോ എന്ന് ദിയക്ക് അറിയണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അല്ലിയോട് അവനെ സെഡ്യൂസ് ചെയ്യാനായി ദിയ ആവശ്യപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസം പുറത്തു പോകുന്ന കുനാലിന്റെ കൂടെ ദിയ പോകുന്നില്ല. അല്ലിയെയും കുനാലിനെയാണ് തനിച്ച് അവര് പുറത്തേക്ക് അയക്കുന്നത്. എന്നാൽ അല്ലി എത്ര ശ്രമിച്ചിട്ടും അവൻ വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവള് ദിയയോട് നിങ്ങൊന്ന് ഫൈറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അവൻ എന്റെ അടുത്ത് വീഴുള്ളൂ എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ദിയ അതുപോലെ തന്നെ അവനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ ഈ മൂവിയുടെ ഫുൾ എക്സ്പ്ലനേഷൻ കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.